Mesmerizing wedding collection. Tejaswini by Chungat Jewelry. അങ്കമാലിക്കാർക്കിനി ഷൂസ് കഴുകി സമയം കളയണ്ട. ജൂട്ട ഷൂ ലോണ്ടറി ഇപ്പോൾ ഇതാ അങ്കമാലിയിലും. മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള KSEB റോഡില് ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കുന്നതാണ്. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. റോജി എം ജോൺ MLA മുൻകൈയെടുത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് സാരഥിക്കൊപ്പം ശ്രദ്ധേയമായി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. 24 മണിക്കൂറും പൊതുമണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന സാധാരണക്കാരുടെ സുഖദുഃഖങ്ങൾ നേരിട്ടറിയുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയും അപകടങ്ങളിൽ പെടുന്നവരെയും ചേർത്തുപിടിച്ച് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ആശുപത്രികളിലേക്ക് ആദ്യം കുതിച്ചെത്തുന്നത് ആ ഭാഗത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിരിക്കും. അവരുടെ ആരോഗ്യത്തിന് തന്നാൽ കഴിയുന്ന ഒരു കരുതലാണ് സാരഥിക്കൊപ്പം എന്ന പരിപാടിയിലൂടെ റോജി എം ജോൺ MLA മുന്നോട്ട് വച്ചത്. അങ്കമാലി വിശ്വജ്യോതി സ്കൂളിൽ നടന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയും വിശ്വജ്യോതി സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ മാമ്പിള്ളിയും ചേർന്ന് നിർവഹിച്ചു. ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. LFനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ സൗജന്യമായി തന്നെ പല മേഖലകളിൽ നടത്തുന്നു. LFലെ ടീം അംഗങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ഡോക്ടേഴ്സും നഴ്സുമാരും മറ്റ് മെഡിക്കൽ ടീമുകളെല്ലാം ഇത് അവർക്കും കൂടെ ഒരു സമൂഹവുമായി ബന്ധപ്പെടാനായിട്ടുള്ള ഒരു അവസരവുമാണ്. അതുകൊണ്ട് അത് വളരെ താല്പര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീ റോജിയുമായിട്ട് സഹകരിച്ച് ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇപ്രകാരം ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷവും അതിലേറെ ഈ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും അറിയിക്കാനുള്ള അവസരമായി കാണുകയാണ്. ഞാനൊരു വാക്ക് കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ വേൾഡ് ഹാർട്ട് ഡേയോടനുബന്ധിച്ച് നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ നമ്മളവിടെ കൂടിയ നമ്മുടെ സ്റ്റാൻഫോർഡ് സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ ഒരു CPR കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഒരാൾ കുഴഞ്ഞു വീഴുന്നു. അയാൾ ഇമ്മീഡിയറ്റായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. പക്ഷെ കാര്യം പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. SI ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെ കുഴഞ്ഞു വീണു. SI പെട്ടെന്ന് ആളെടുത്ത് അവിടെ നിന്ന് ഓട്ടോക്കാരൻ ആൾ വീഴുന്നതും പോലീസുകാർ എടുക്കുന്നതും കണ്ട് ഓടി വന്ന് ആ ഓട്ടോയിൽ കയറ്റി നമ്മുടെ എമർജൻസിയിൽ കൊണ്ടുവന്നു. എമർജൻസിയിൽ വന്ന് ഡോക്ടർമാർ പെട്ടെന്ന് ഇയാളെ പരിശോധിച്ചു, ECG പിടിപ്പിച്ചു, നോക്കി. അത് കഴിഞ്ഞിട്ട് SIയോട് പറഞ്ഞു, സാറേ ഇതൊരു മോക്ക് ഡ്രില്ലായിരുന്നു, ഇത് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം വേൾഡ് കാഴ്ച ഡേ ആചരിച്ചപ്പോൾ SI ആണ് അന്ന് മുഖ്യാതിഥിയായിട്ട് അവിടെ LFൽ വന്നത്. SI ഇത് അനുസ്മരിക്കുകയാണ്. SI ഇത് അനുസ്മരിച്ചിട്ട് പറഞ്ഞു, ഈ സൈറ്റ് ഡേയിൽ നമ്മളിപ്പോൾ ഒരാഴ്ചത്തെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ് നടക്കുകയാണ്. 9-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ LFൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് നടക്കുന്നുണ്ട്. അത് ഉദ്ഘാടനം കൂടിയായിരുന്നു. അപ്പോൾ SI ഓട്ടോറിക്ഷ തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചു. SI പറഞ്ഞു, എനിക്കും അത് പുതിയ അനുഭവമായിരുന്നു. ഞാൻ ആവശ്യപ്പെടാതെ ആ ഓട്ടോറിക്ഷക്കാരൻ ഓടി വന്നു. ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ട്രാഫിക് ഒന്നും നോക്കിയില്ല. എല്ലാം അയാളുടെ ലൈഫ് റിസ്ക് എടുത്ത് അയാൾ ഈ വീണ പോയ ആളെ ആശുപത്രിയിൽ എത്തിക്കുക. അത് മാത്രമേ അയാളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. 2 പോലീസുകാർ ഇരിപ്പുണ്ട്, അതിനകത്ത് ഈ വീണുപോയ ആൾ ഇരിപ്പുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ ഏക ലക്ഷ്യം വീണുപോയ ആളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ തിടുക്കത്തിൽ അയാൾ എമർജൻസിയിലേക്ക് കൊണ്ടുവന്നു. ആ ഓട്ടോക്കാരുടെ ആ സന്നദ്ധ പ്രവർത്തനത്തെ SI അവിടെ വളരെ ശ്ലാഘനീയമായി സംസാരിച്ചു. അത് തീർച്ചയായിട്ടും എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയത് ഇന്ന് റോജി എം ജോൺ MLA അധ്യക്ഷനായിരുന്നു. സാധിക്കുന്ന സൗകര്യങ്ങൾ ഒക്കെ ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് ആലോചിച്ചത്. എന്തായാലും നിങ്ങൾക്ക് എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുമായിട്ട് സഹകരിക്കുന്ന നമ്മുടെ LF ആശുപത്രി എല്ലാ കാലത്തും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു സ്വന്തം സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈ LFുമായിട്ട് ഏറ്റവും ബന്ധമുള്ളവരാണ്. കാരണം രോഗികളെയൊക്കെ ഏറ്റവും ആദ്യം
LF-ലേക്ക് എത്തിക്കുന്നവരും കൊണ്ടുപോകുന്നവരും ഒക്കെയാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇതുമായി സഹകരിക്കുന്ന LF ആശുപത്രിയോട് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് സൗകര്യപ്രദമായി ഇങ്ങനൊരു ക്യാമ്പ് നടത്താനായിട്ട് ഞാൻ ആലോചിച്ചപ്പം അതിന് ഏറ്റവും പറ്റിയ സ്ഥലം നമ്മുടെ വിശ്വജ്യോതി സ്കൂൾ തന്നെയാണ്. കാരണം എല്ലാവർക്കും എത്തിച്ചേരാനും അതുപോലെ തന്നെ എന്നാൽ സ്ഥല സൗകര്യവും ഒക്കെയുള്ള ഒരു സ്ഥലം നമ്മുടെ ഈ വിശ്വജ്യോതി സ്കൂളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം വന്ന് മാമ്പള്ളി അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ ഓക്കെ അല്ല ഡബിൾ ഓക്കെ പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അച്ഛനെയും ഈ അവസരത്തിൽ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ഈ കാര്യങ്ങൾക്കെല്ലാം സഹകരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെയുണ്ട്, അഡ്വക്കേറ്റ് ഷിയോ പോള്. മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിലേക്കാണ്. ഇനി 2 മാസം കൂടെ അല്ലെങ്കിൽ ഒരു മാസം അടുത്ത മാസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പായി നിരവധി കാര്യങ്ങൾ നമുക്ക് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന വളരെ ഞാൻ പറയാറുണ്ട് സൂപ്പർ ഫാസ്റ്റ് മോഡിലാണ് നമ്മുടെ ചെയർമാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള പ്രിയപ്പെട്ട AV രഘു, നമ്മൾ എന്ത് കാര്യങ്ങൾ ഞാനിവിടെ പല പരിപാടികളും നടത്താറുണ്ട്. ആ പരിപാടികളിലൊക്കെ നമ്മളോട് സജീവമായി സഹകരിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട AV രഘു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ ബാബു സാനി ഇവിടെ INTUC-യുടെ റീജിയണൽ പ്രസിഡന്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എല്ലാ യൂണിയനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ എല്ലാ യൂണിയനുകളും അല്ലെങ്കിൽ യൂണിയനിലുള്ളവരും യൂണിയൻ ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാ മുഴുവൻ ആളുകളെയും നമ്മളിവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകോപനം നടത്തുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ബാബു സാനി. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ PV സജീവൻ ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. LF ആശുപത്രിയിൽ നിന്നും ഒരു മെഡിക്കൽ ടീം ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന LF ആശുപത്രിയിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, വാർഡ് കൗൺസിലർ AV രഘു, ബാബു സാനി, PV സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലും നിന്നുമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാ വിഭാഗങ്ങളിലും പെട്ട രോഗപരിശോധനയും ചികിത്സാ നിർണയവും നടന്നു. LF ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരും മെഡിക്കൽ സംഘവും ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.